വയനാട്ടിലൊരു വലിയ ഒരു ഉരുൾപൊട്ടൽ നടന്നു. മുമ്പും നടന്നിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ച് വലുതാണ്. ഇത്ര വലുതെൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അതിൽ അപകടം പറ്റിയവർ, വിഷമിക്കുന്നവർ, അതിലെല്ലാവർക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹു നൽകുമാറാകട്ടെ. കുറേ ആളുകൾ മരിച്ചുപോയി, ഒലിച്ചുപോയി, കാണാതെയായിപ്പോയി, ഒരു നാട് തന്നെ ഇല്ലാതെയായിപ്പോയി. അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നു. അപ്പം എല്ലാം അവിടെ യുക്തിവാദി, മതവിരോധി, പടച്ചറപ്പിലുള്ള വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി വിവരമില്ലാത്ത ആളുകളെ മനസ്സിൽ സംശയങ്ങൾ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കും. അവിടെയാണ് നമുക്ക് നല്ല ഉറച്ച ഈമാന് വേണം. അല്ലാഹുവിൻ്റെ തീരുമാനം അവനിവിടെ നടപ്പാക്കും. അതിനെ സംബന്ധിച്ച് ക്രൂരതയാണെന്നോ അക്രമമാണെന്നോ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, മറിച്ച് അത് വലിയ കാരുണ്യമാണ് എന്ന് ചിന്തിക്കണം. പക്ഷെ ആ കാരുണ്യം തിരിയണമെങ്കിൽ കുറച്ച് ബുദ്ധി വേണം. ബുദ്ധിയില്ലാത്തവന് മനസ്സിലാവില്ല, യുക്തിക്ക് വാദം പിടിച്ചാൽ മനസ്സിലാവില്ല. മറിച്ച് യഥാർത്ഥ യുക്തി വേണം, ബുദ്ധി വേണം. സുബ്ഹാനല്ലാഹ്, 2 രോഗികൾ, ആ 2 രോഗികൾ മെഡിക്കൽ കോളേജിൽ വന്നു. ഒരു രോഗിയോട് ഡോക്ടർ പറഞ്ഞു, നിന്റെ രോഗം മാറി നിനക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ നിന്റെ നെഞ്ഞ് പൊളക്കണം, നിന്റെ നെഞ്ഞ് പൊളക്കണം, അല്ലെങ്കിൽ കരൾ മാറ്റി വെക്കണം, അല്ലെങ്കിൽ നിന്റെ ഹാർട്ട് അത് തന്നെ മാറ്റി വെക്കണം, അല്ലെങ്കിൽ നിന്റെ മറ്റേതെങ്കിലും അവയവം മാറ്റി വെക്കണം. വേറൊരു രോഗിയോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞ് ഒന്നുകിൽ മരുന്ന് കൊടുത്തിട്ട് വിട്ടു, അല്ലെ മരുന്ന് കൊടുക്കാതെ വിട്ടു. ഞാൻ ഈ അടുത്ത് ഇന്നലെ രാത്രി ഒരാളെ പ്രസംഗം കേട്ടു. അയാൾ പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, ഒരാൾക്ക് രോഗമായി, അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ മരുന്ന് കൊടുത്ത് രോഗം മാറി. അങ്ങനെ തിരിച്ചു വന്ന് 6 മാസം കഴിയുമ്പോൾ വീണ്ടും അതേ രോഗം വന്ന് കുട്ടീനെ എടുത്ത് വീണ്ടും ആ ഡോക്ടറെ സമീപിച്ച്, ഡോക്ടറെ 6 മാസം മുമ്പ് ഇതേ രോഗം വന്നിരുന്നു, നിങ്ങളെ മരുന്ന് കുടിച്ചിട്ടാണ് മാറിപ്പോയത് എന്ന് പറഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്ത മുശ്രിക്കായിപ്പോയി എന്നൊരു മൗലവി പ്രസംഗിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി എനിക്കൊരാൾ കേൾപ്പിച്ചു തന്നു. ഇങ്ങനെ തൊടുന്നതൊക്കെ ശിർക്കാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്താണ് കാരണം പറഞ്ഞത്? കഴിഞ്ഞ പ്രാവശ്യം പോയതിന് കുഴപ്പമൊന്നുമില്ല, 2ാമത് പോയിട്ട് പറഞ്ഞ് ശിർക്കായിപ്പോയി. എങ്ങനെ ശിർക്കാകൽ? സുബ്ഹാനല്ലാഹ്, ഒരാൾ പ്ലെയിന് ബുക്ക് ചെയ്ത് പോകാൻ വേണ്ടി, അങ്ങനെ പ്ലെയിന് ഇത്തിഹാദിൻ്റെ അല്ലെ എമിറേറ്റ്സിൻ്റെ അല്ലെ എയർ അറേബ്യ അല്ലെ വേറെ ഏതോ പ്ലെയിന് ബുക്ക് ചെയ്ത് അയാൾ കൃത്യമായിട്ട് വിചാരിച്ച സമയത്ത് തന്നെ അവിടെ പോയി ഇറങ്ങി. ഒരാൾ നമ്മളെ എക്സ്പ്രസ് ബുക്ക് ചെയ്ത്, ഇന്ത്യൻ എക്സ്പ്രസ്, അത് കൃത്യമായിട്ട് എത്തിയില്ല. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞ് അടുത്തതിന് ഞാനും എമിറേറ്റ്സാണ് ബുക്ക് ചെയ്യുന്നത്. അത് ശിർക്കാവും. കാരണം എന്താണ്? സുരക്ഷിതമായിട്ട് കൃത്യമായിട്ട് എത്തിയെന്ന് ഒരു പ്ലെയിനെ പറ്റി വിചാരിച്ചാൽ അത് ശിർക്കാവുക. ഒരാളൊരു വണ്ടിയും കൂട്ടി പോയി അപകടമൊന്നും ഇല്ലാണ്ട് വന്നപ്പോൾ ഇന്നാൾ നേരത്തെ തന്നെ ഇങ്ങ് എത്തിന്, ആ ബസ് പോയിട്ട് അല്ലെങ്കിൽ പ്ലെയിനിൽ പോയിട്ട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോയിട്ട് ചിന്തിച്ചിട്ട് അതേ ബസ് പിന്നെയും പോയി, ആ ശിർക്ക്. ഇങ്ങനെ കാണുന്നൊക്കെ ശിർക്കാക്കി ഖവാരിജികളെ വഴി പിന്തുടർന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു മുശ്രിക്കാണെന്ന് വാദിച്ച ഖവാരിജിൻ്റെ വഴി പിന്തുടർന്ന കുറേ കക്ഷികളുണ്ട് ഇവിടെ. അല്ലാഹു തആല അവരുടെ എല്ലാ പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ രക്ഷിക്കുമാറാകട്ടെ. ഇതുപോലെ യുക്തിവാദികൾ ഒരു വലിയ മുസീബത്ത് സംഭവിക്കുമ്പോൾ അതിനെ പിടിച്ചിട്ട് പടച്ചവനെ കുറ്റം പറയാൻ നടക്കുകയാണ്. പടച്ചവനില്ല എന്ന് വിശ്വസിക്കുന്ന ഇവനെന്തിനാണ് അക്കാര്യത്തിൽ ഇടപെടുന്നത്? ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു, വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ശരിക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസമുണ്ടെങ്കിൽ ഒരാളെ ഈമാനും കവർന്നു കളയാൻ ഒരു യുക്തിവാദിക്കും സാധിക്കൂല, അതുപോലെ ഒരു പുത്തൻവാദിക്കും സാധിക്കൂല. ഈമാന് വേണം. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. മുഅ്മിനായ മനുഷ്യൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടോ അത് ഖൈറാകട്ടെ ശർറാകട്ടെ മിനല്ലാഹി തആല, അത് മുഴുവനും അല്ലാഹുവിങ്കൽ നിന്നാണ്. എന്ത് ഖൈറ് കിട്ടിയാലും അല്ലാഹുവിങ്കൽ നിന്നാണ്, എന്ത് ശർറ് സംഭവിച്ചാലും പടച്ചവൻ സൃഷ്ടിക്കുന്നത് തന്നെയാണ്. വേറെ ആർക്കും ഇവിടെ അധികാരമില്ല. ലഹുൽ മുൽക്ക്, അല്ലാഹുവിന് മാത്രമാണ് അധികാരം. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൽ. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അല്ലാഹു ഉദ്ദേശിച്ചത് മാത്രം ഇവിടെ സംഭവിക്കുന്നു, അല്ലാത്തതൊന്നും സംഭവിക്കുന്നില്ല.